കാര്യങ്ങളൊക്കെയാണ്. പറമ്പിലുള്ള എൻട്രി ഗേറ്റ് അടിപൊളി. ഇവിടെ വഴി വന്നതിൻ്റെയാണ് കാണുന്നത്. അയ്യോ എൻ്റെ തലയിലുണ്ടെന്ന് പറയുന്നു. ആ പിള്ളേരും ഇപ്പം ഇറങ്ങി വന്നതിൻ്റെ ബാക്കി കേട്ടോ. ഒട്ടും പൊടിയായിട്ടില്ല, വണ്ടിയിൽ അഴുക്കൊന്നുമില്ല. സോ വെൽക്കം ടു മോൺസോക്സ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മീൻപിടുത്തമൊന്നും അല്ല. നമ്മൾ അടുത്ത റൗണ്ട് ഇവിടെ ഫിഷിംഗ് ചെയ്ത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇവിടെ ചെറിയ കുക്കിങ്ങും അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി താഴേക്ക് ഇറക്കി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടീമെല്ലാം കൂടെ ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ മഴ പെയ്ത സമയത്ത് റോഡ് വെട്ടിയാറുന്നത് കുറച്ച് മണ്ണ് എടുത്തു പോയി നടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ മണ്ണ് അവിടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വണ്ടി താഴേക്ക് ഇറക്കി കൊണ്ടുപോകണം. വണ്ടി താഴേക്ക് ഇറക്കിയതിന് ശേഷം വേണം നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പോയി അൺലോഡ് ചെയ്ത് റെഡിയാക്കി സംഭവം സെറ്റ് ചെയ്യണം. ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു പൈസ. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിട്ട് പോകുന്ന വഴി. സംഭവം വേറൊന്നുമല്ല, മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കുഴിയായി. അപ്പോൾ ഈ കുഴി അടയ്ക്കാതെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ കുഴി മണ്ണിട്ട് നികത്തണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീപ്പ് ഇറങ്ങി അതുവഴി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഈ കുഴി നികത്തുക എന്നുള്ളതാണ്. ഇത് അൻവർ വണ്ടിയുടെ കൂടെ നമ്മൾ കൈക്കോട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പണിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഹോള് അടയ്ക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോകാം കേട്ടോ. വിചാരിച്ചത് അത്ര എളുപ്പമല്ലേ? അല്ലല്ല, നല്ല ടാസ്ക്കാണ്. നമ്മള് മൊത്തത്തിൽ ക്ലിയർ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ടില്ല. എന്തായാലും നമ്മൾ നിറക്കി നോക്കാൻ പോകണം. കാരണം പരീക്ഷ ടൈമില്ല. പോരെ പോരെ അൻവറ സൈഡ് പറഞ്ഞു കൊടുത്തോ. ഇവിടെ പോകല്ലേ, ഇവിടെ പയ്യെ താന്നുണ്ട്. ആ പയ്യെ 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 അവിടെ ഒരു കല്ലാണേ. ആ കല്ല് പയ്യെ ഇറക്കണേ. പയ്യെ പയ്യെ പയ്യെ. ആ പോട്ടെ. പയ്യെ 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 പയ്യെ. ആ പോട്ടെ. പയ്യെ ഇറങ്ങിയ പയ്യെ ഇറങ്ങിയ പയ്യെ ഇറങ്ങിയ പയ്യെ ഇറങ്ങിയ. പൊളി പൈപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. എങ്ങനെയുണ്ട് വയസ്സായ? കൊള്ളാവോ? പിന്നെ ഒന്നും പറയാനില്ല. ശരിയാക്കി എടുക്കണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. മഴക്കാലം വരുമ്പോൾ ഭയങ്കര രസമാണ് അവിടെ. കാരണം ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഞാൻ അതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് നമ്മുടെ പറമ്പിന്റെ ഏകദേശം 3 ഭാഗവും തോടായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകും. അതും ശരിക്കും ഒരു വെള്ളച്ചാട്ടം പോലെയാ. രസമാണ്. പിള്ളേരൊക്കെ വന്ന് കളിക്കാനും കുടിക്കാനും ഒക്കെ രസമാണ്. ഇതുണ്ടോ പന്നി മുള്ളം കുത്തിയിട്ടേക്കണം. അതൊക്കെ ഇവിടെ അത്യാവശ്യം കുറച്ച് ജീവികളൊക്കെ വരും. മാൻ മീൻസ് കേഴ, മ്ലാവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അൻവർ, ഇത് വലിയൊരു മരം കണ്ടോ? ആ വീട്, ഒരു വെളുത്ത വീട് കാണില്ലേ, അതിന്റെ ഇപ്പുറം ഒരു മരം കണ്ടോ? ആ ഒരു തളത്ത് നിൽക്കണ മരം, അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ അതിർത്തി അങ്ങനെ ഇവിടം വരെ വരും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. കാട്ടുപന്നില്ല, മുള്ളനായിരിക്കും കുത്തിയാണ്. മുള്ളമന്നി. എങ്ങനെയാണ് അൻവർ സ്ഥലം? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പൊളിയല്ലേ? പഴയ വീടും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതിപ്പോ നമുക്ക് ഇനി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കൂ, അല്ലെങ്കിൽ മാറ്റിയിട്ട് വേറെ ഒരു വീടോട് നമ്മൾ അതിൻ്റെ അപ്പുറം പണിയുന്നുണ്ട്. ഒരു റിസോർട്ട് പോലെ ആയിട്ടൊരു സംവിധാനം. പിന്നെ ഇത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. തൽക്കാലം ഇപ്പോൾ നമുക്ക് വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു തൽക്കാലം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് രസമല്ലേ? വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടൊന്നും പേടിക്കണം കേട്ടോ. ഇവിടേക്ക് ആരും വരാറൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും നമ്മളിത് ക്ലീൻ ചെയ്ത് ഉടനെ റെഡിയാക്കും. അല്ലേ ചേട്ടാ? കിടക്കണോ? അമ്പോ, പണിയെടുക്കാനുണ്ടോ?
അത് പെയിന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ നാളെയാണ്. മൊത്തം വൃത്തികേടായിരുന്നു. എന്നാലും അത്യാവശ്യമൊക്കെ നമ്മളൊന്ന് ഒതുക്കി കേട്ടോ. അന്ന പോലെയല്ല, ഇവിടെയൊക്കെ മൊത്തം ആകെ പൊടിയൊക്കെ പിടിച്ച് മരപ്പട്ടിയുടെ കാഷ്ടം വരെ ഉണ്ടായിരുന്നു. നമ്മൾ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, മുട്ടയുണ്ട്. ഇതൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ട് രാത്രി കിടന്നുറങ്ങുക. രാവിലെ കുറച്ച് പണികളുണ്ട്. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യരായിട്ട് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല. ഒരു പ്രേതാലയം പോലെ ഒരു വീട്. ഇത് നാളത്തെ കൊണ്ട് ഏകദേശം ചുമ്മാ ഒന്ന് വൈറ്റ് അടിച്ച് റെഡിയാക്കണം. നല്ല മണമൊക്കെ ഉണ്ട്. സൈഡില് ഭയങ്കര കാറ്റാ. ഫ്രണ്ടില് അവിടെ ഭയങ്കര കാറ്റാ. ശരിക്കും വീട്ടിൽ ബാക്ക് സൈഡ് അതാ, നമുക്ക് ഫ്രണ്ട് സൈഡ് ആക്കണത്. അങ്ങോട്ട് ഫ്രണ്ട് ആക്കിയിട്ട് അങ്ങോട്ടാ വ്യൂ ഫുള്ള്. ഇവിടെ ഈ വീട്ടുകാര് ഇപ്പൊ ഇവിടെ ഈ പ്രദേശത്തേക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവരിവിടെ നടന്നാണ് ഏകദേശം 3 കിലോമീറ്ററോളം നടന്നാണ് റോട്ടിൽ പോവുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശരിക്കും ആക്ച്വലി ഇവരുടെ വീടും അതിനോട് ചേർന്നിട്ടുള്ള തൊഴുത്തുമായിരുന്നു. അവിടെയാണ് നമ്മളിപ്പോ ഈ തറയിൽ നമ്മളിപ്പോ കുക്കിംഗ് ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ഈ വീടിന്റെ ചാർത്തും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത് അങ്ങനെ തന്നെ ആക്കി എടുക്കാം. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വ്യൂവും രസമൊക്കെ അപ്പുറ സൈഡാ. മീൻ റെഡി. ഇതൊരു പ്രത്യേക തരം ഫ്രൈ അല്ലേ. അടുത്തത് നമുക്ക് മുട്ട ചിക്കി എടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിഷ്. വലിയ ആർഭാടമൊന്നുമില്ല എങ്കിലും വൈകുന്നേരം വന്ന് റോഡിന്റെ പണികളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വീട് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വൈശാഖും അൻവറും ഒക്കെ കൂടി ഞാനും കൂടി പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു ഡിഷാണ്. നമ്മൾ കുറച്ച് മുമ്പ് വറുത്ത മീൻ വറുത്തത് ഉണക്കമീനാണ്. സ്രാഗ് വറുത്താണ്. പിന്നെ അച്ചാർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട ചിക്കി എടുത്തത്. പിന്നെ ചോറ്. നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും ഈ സീസൺ ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്ര തണുപ്പില്ല എങ്കിലും നല്ല തണുപ്പുണ്ട്. ഒരു രസമുള്ള ആംബിയൻസ് ആണ് ഇവിടെ. മഞ്ഞൊന്നുമില്ലെന്നുള്ളൂ, പക്ഷെ അത്യാവശ്യം കുത്തിക്കൊള്ളാൻ മാത്രമുള്ള തണുപ്പൊക്കെ ഉണ്ട്. ചായ ആകാറായോ? ചായ ആവാറാകുന്നു. ഓ ലൈറ്റായി. വൃത്തിയായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു അല്ലേ ചേട്ടാ? അതിന്റെ ടോപ്പിലൊക്കെ റിസോർട്ടാ. കാപ്പിക്കുരു ഫുള്ള് പഴുത്ത് വെക്കണ്ട. കുറച്ചെടുത്ത് കഴിഞ്ഞാൽ കിലോയ്ക്ക് ഇപ്പോൾ 400 രൂപ ഉണ്ട്. കാപ്പിക്കുരു അടിപൊളിയായിട്ട് പഴുത്ത് വെക്കുന്നുണ്ട്. ഒത്തിരി ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞു. എക്സ്പെൻസീവ് കോപ്പി. ഇത് സിവറ്റ് എന്ന് പറഞ്ഞിട്ട് ജീവി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകണം. നമ്മുടെ മരപ്പെട്ടി എങ്ങാനും സ്റ്റാർ ആണെങ്കിൽ കോപ്പി ലോവാക്ക് മാറി നിന്നേനെ. നമുക്കിതിനൊന്നും വിലയില്ലല്ലോ. നമ്മുടെ മരപ്പെട്ടിക്ക് വിലയില്ല. പറഞ്ഞില്ല ഓറം കൂടുതലിട്ടാ പോരെ, അതും ചെതറി പോവും. ഭയങ്കര കാറ്റാണ് അവിടെ, നല്ല കാറ്റാണ്. 9 മണിയായിട്ട് തണുത്ത് ചൂട് എത്തിയാഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നമ്മളിനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാനുള്ള ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയെങ്കിലും ഒന്ന് സ്പീഡാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് 2 മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ എനർജിക്ക് ആയിട്ട് ഹോർലിക്സ് ഇരിക്കട്ടല്ലേ, വെറുതെ കുറവ് വരുന്നില്ല. ഹോർലിക്സ് കഴിച്ച് പെയിന്റ് അടിക്കാനുള്ള എല്ലാവർക്കും ചറ പൊറാന്ന് ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടികളാണ്. സ്പീഡപ്പാണ്. എല്ലാം സ്പീഡായിട്ട് കഴിച്ച് എത്രയും പെട്ടെന്ന് പരിപാടി തീർത്ത് ഇവിടുന്ന് മല ഇറങ്ങണം. അല്ലെങ്കിൽ പോകുന്ന സമയം റിസ്ക് ആണ്. കാട്ടിക്കടയൊക്കെ പോകാനുള്ളതാണ്. വൈശാഖേ, നീ ഇറങ്ങി വാ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. കുഴപ്പമില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ചെയ്യൊന്നും വേണ്ട, പണിയൊന്നും ചെയ്യണ്ട, നീ ഇവിടെ ഇരുന്നാ മതി.
അങ്ങനെ നീ ചുമ്മാ ചക്കയിടാൻ കയറിയതാ. നീ വിട്ടോ, ഞാനിവിടെ പിടിച്ചിട്ടുണ്ട്. ഈ വള്ളി പൊട്ടിപ്പോയാലേ ഉള്ളൂ. ഇതാ പറഞ്ഞ ചീഞ്ഞ ഇനി താഴെയിട്ട് ചതക്കല്ലേ, മേത്ത് മുഴുവൻ മുളഞ്ഞും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പെയിന്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം ഒന്ന് വൈറ്റ് വാഷ് അടിച്ച്, വൈറ്റ് വാഷ് അല്ല അത് പ്രൈമറാണ്, പ്രൈമറൊക്കെ ഒന്ന് കുത്തിക്കലക്കി മൊത്തം ഒന്ന് അടിച്ച് കയറി കിടക്കാൻ പാത്രം സെറ്റപ്പ് ആക്കുക. അത്ര തന്നെ, വേറെ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. പറഞ്ഞ കൈ കണ്ടില്ലേ, ഇവിടെ നിറയെ ചെതലാട്ടോ. തേച്ചേട്ടാ ഈ മരുന്നിൻ്റെ പേരെന്ന് ചേട്ടാ ജമ്പ്. ജമ്പെന്ന് പറഞ്ഞാൽ മരുന്ന് കളിച്ച് ചതലിനെ ഓടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിക്ക് തേച്ചേട്ടൻ താൽക്കാലികമായിട്ടൊരു ടേബിൾ ഉണ്ടാക്കി. അതാണ് ആ കാണുന്നത്. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കും ഇനി വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പെയിൻ്റൊക്കെ ഒരു കോട്ട് വെച്ച് അടിച്ച് ഏകദേശം ഈ ഒരു ലെവലിലാക്കി. ഇത് മരപ്പട്ടിയുടെ ആവാസ സ്ഥലമാണെന്ന് തോന്നുന്നു. വലിയ ഗുഹയാണ്. അങ്ങനെ പണികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ ചേട്ടാ? വെള്ളം നിർത്തും കേട്ടോ. എടാ അൻപറ കൈ കൊണ്ട് കഴുകട്ടോ. കൈ കഴുകണ, വെള്ളം നിർത്തുവാണേ. ഏകദേശം സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി കുറേ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചു അല്ലേ ചേട്ടാ? ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ സമയം ഒത്തിരി ലേറ്റ് ആയി. ഇപ്പോൾ ജീപ്പും കയറ്റിക്കൊണ്ട് പോകണ്ടേ. ഇത് നമ്മൾ രാവിലെ പറമ്പിൽ നിന്ന് പറിച്ച ചെക്ക, കാപ്പിക്കുരു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം നമ്മളെന്ത് ലോഡ് ചെയ്ത് വണ്ടിക്കകത്ത്. അപ്പോൾ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ച് ലോഡ് ചെയ്ത് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. സമയം സന്ധ്യ ആവാറായിട്ടുണ്ട്. ലൈറ്റൊക്കെ പോയി തുടങ്ങി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നന്നാക്കിയ വഴി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി. അപ്പം നമ്മൾ അതുവഴിയാണ് തിരിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി, അതായത് വലിയ പരിപാടികളല്ല, ഇന്നത്തെ ജസ്റ്റ് നടന്നത് നമ്മൾ ഇനി വരുന്ന ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഫിഷിങ്ങിന് സ്പോട്ട് സെറ്റ് ചെയ്തതാണ്. നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഒരു സ്പോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അവിടേക്ക് അടുത്ത ഒരു ഫിഷിംഗ് വീഡിയോ ഫിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കുക്ക് ചെയ്ത് ഒന്ന് കൂടാനുള്ളൊരു സംവിധാനം, അവർ അങ്ങനെ ഒരു വീഡിയോ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ഥലം ഒന്ന് പോയി കണ്ടതും സെറ്റ് ചെയ്ത് റെഡിയാക്കിയതെല്ലാം. അതിൻ്റെ താഴേക്കും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. താഴേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇത്തവണ പോയിട്ട് ഞാനിപ്പോൾ വീഡിയോ അതിനകത്തുണ്ട്, കുറച്ച് താഴേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം അതിനകത്തൊരു ഹിറ്റാച്ചി ഇറക്കി താഴേക്ക് ഒരു വഴി വയ്യൊരു ഫോം ചെയ്താലാണ് നമുക്ക് ആക്ച്വലി അങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അമ്മോ, നമ്മൾ ഇങ്ങോട്ടാണ് ഇറങ്ങാൻ പോണേ. വഴി സ്റ്റാർട്ടില്ല, വഴി ഇച്ചിരി കില്ലാടി വഴിയാണല്ലോ ചേട്ടാ. ഫോറസ്റ്റ് ആണ് അങ്ങോട്ട്. കാണണോ? കാണുന്ന ആ ഭാഗത്തോട്ടങ്ങ് ഇറക്കമാണ്, കാടുമാണ് കേട്ടോ. അയ്യോ, ടാസ്കാണുള്ള വഴി മൊത്തം. ഇവിടെ വഴി നല്ല ഓഫ് റോഡാണ്. പണി നടന്ന കാരണം ഇതിലെ കുറെ 4 വീലർ വണ്ടികൾ ഓടുന്നുണ്ട്, മറ്റേ വഴിക്ക് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചലയായി. ഞങ്ങൾ ആദ്യം തവണ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ചുരുളി സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അവസ്ഥയാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് ഓടിച്ച് വഴിയിലേക്ക് കയറുന്നു. മെയിൻ വഴിയിലേക്ക് കയറാം. ഒരു ചെറിയ പാലമുണ്ട്, അത് കയറി കഴിഞ്ഞാൽ മെയിൻ വഴിയിലേക്ക് കയറും. അപ്പോൾ നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് വീഡിയോ.